the problem. നോക്കാം വായിച്ചു നോക്കാം. A cooperative society of farmers has 50 hectares of land to grow 2 crops X and Y. A cooperative society of farmers അവർക്ക് 50 hectares ഉണ്ട് ലാൻഡ്. അതിൽ ക്രോപ്പ് എക്സ് എന്നും ക്രോപ്പ് വൈ എന്ന് പറഞ്ഞിട്ട് 2 ക്രോപ്സ് ടു ഗ്രോ 2 ക്രോപ്സ് എക്സും വൈയും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് 50 hectares ഉണ്ട്. The profit from crops X and Y per hectare are estimated as, അതായത് പ്രോഫിറ്റ് കിട്ടുന്ന ക്രോപ്പ് എക്സ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് പെർ ഹെക്ടറിന് 10,500 ആണ്. ഇതേപോലെ ക്രോപ്പ് വൈ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പെർ ഹെക്ടറിന് കിട്ടുന്ന പ്രോഫിറ്റ് 9,000 ആണ്. To control weeds, a liquid herbicide has to be used for crop X and Y at rates of 20 liters and 10 liters per hectare. ഇനി ആ ക്രോപ്പ് എക്സ് ആൻഡ് വൈ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ടു കൺട്രോൾ വീഡ്സ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എ ലിക്വിഡ് ഹെർബിസൈഡ് വളം ചെയ്യുന്നു. ആ ലിക്വിഡ് ഹെർബിസൈഡ് ഹാസ് ടു ബി യൂസ്ഡ്, അത് ഉപയോഗിക്കുകയാണ്. എത്ര? 20 liters and 10 liters per hectare. 20 liters for crop എക്സും 10 liters for crop വൈയും ഉപയോഗിക്കുകയാണ് ടു കൺട്രോൾ ഹെർബിസൈഡ്, അതായത് ടു കൺട്രോൾ ദ വീഡ്സ് എ ലിക്വിഡ് ഹെർബിസൈഡ്. ഇനി ഫർദർ നോ മോർ ദാൻ 800 liters ഓഫ് ഹെർബിസൈഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഫിഷ്. ഇനി ഈ ഹെർബിസൈഡ് ഉപയോഗിക്കുമ്പോൾ നോ മോർ ദാൻ 800 ലിറ്ററിന് മീതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് യൂസിങ് എ പോണ്ട് വിച്ച് കളക്ട്സ് ഡ്രെയിനേജ് ഫ്രം ദിസ് ലാൻഡ്. അപ്പോൾ ആ ലാൻഡിൽ നിന്ന് പോകുന്ന ഡ്രെയിനേജ് ഒരു പോണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഫിഷിനും ഒക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെർബിസൈഡ് ഉപയോഗിക്കുന്നത് 800 ലിറ്ററിന് മീതെ ആവാൻ പാടില്ല എന്നാണ് പറയണത്. Now, how much land should be allocated to each crop to maximize the total profit of the society? അങ്ങനെയാണെങ്കിൽ ഈ 50 ഹെക്ടറിൽ എത്രമാത്രം ലാൻഡ്, അതായത് ക്രോപ്പ് എക്സിനെ കൾട്ടിവേറ്റ് ചെയ്യാനും ക്രോപ്പ് വൈക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും എത്രമാത്രം ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഉപയോഗിക്കണം എന്ന്, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് ദ മാക്സിമൽ പ്രോഫിറ്റ്. അത് എത്ര എടുത്താലാണ് അവർക്ക് ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമം ആയിട്ട് നിൽക്കുക. സോ അഗെയിൻ ഇവിടെ എന്താണ്, നമുക്ക് അലോക്കേഷൻ പ്രോബ്ലം ആണ് ഇവിടെ പറയാം. നേരത്തെ ഡയറ്റീഷ്യൻ പ്രോബ്ലം ആയിരുന്നു. ദിസ് ഈസ് അലോക്കേഷൻ പ്രോബ്ലം. അലോക്കേറ്റ് ചെയ്യുക, ഇത്ര സ്പേസ് ഉള്ളത് ഇന്നതിന് ക്രോപ്പ് എക്സും ഇന്നതിന് ക്രോപ്പ് വൈ എന്ന് പറഞ്ഞ് അലോക്കേറ്റ് ചെയ്യുക. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് അലോക്കേഷൻ പ്രോബ്ലം. അപ്പോൾ എന്താ പറയുന്നത്, 50 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിൽ എന്ത് ചെയ്യണം, ക്രോപ്പ് എക്സിനും ക്രോപ്പ് വൈനും കൊടുക്കണം. അപ്പോൾ ഹൗ മച്ച് ലാൻഡ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു ഈച്ച് ക്രോപ്പ്. അപ്പോൾ 50 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഹെക്ടേഴ്സ് ക്രോപ്പ് എക്സിന് കൊടുക്കണം, കുറച്ച് ഹെക്ടേഴ്സ് എന്താണ് ക്രോപ്പ് വൈ കൾട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് പറയാം, ലെറ്റ് എക്സ് ഹെക്ടർ ബി അലോക്കേറ്റഡ് ഫോർ ക്രോപ്പ് എക്സ്. ക്രോപ്പ് എക്സിന് എക്സ് ഹെക്ടർ കൊടുക്കണു. വൈ ഹെക്ടർ ബി അലോക്കേറ്റഡ് ഫോർ ക്രോപ്പ് വൈ. അപ്പോൾ എക്സ് വൈ എന്നുള്ളത് അവിടെ വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി എക്സ് വൈക്ക് വരുന്ന കൺസ്ട്രെയിൻസും കാര്യങ്ങളാണ് എഴുതാൻ. LPP എഴുതണം. ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ടോട്ടൽ പ്രോഫിറ്റ് എന്താവണം, ഇവിടെ മാക്സിമൈസ് ആവണം. അപ്പോൾ എന്താണ് ടോട്ടൽ പ്രോഫിറ്റ്? ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ പറയുന്നുണ്ട്. The profit from crops X and Y per hectare are estimated as rupees 10,500 and rupees 9,000 respectively for X and Y. അതായത് പെർ ഹെക്ടറിന് ക്രോപ്പ് എക്സിന് 10,500 പ്രോഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ എത്ര ഹെക്ടേഴ്സ് ഉപയോഗിക്കണത്? എക്സ് ഹെക്ടറാണ് ക്രോപ്പ് എക്സിന്. അപ്പോൾ ആ ക്രോപ്പ് എക്സിന് വരുന്ന പ്രോഫിറ്റ് എത്ര വരും? എക്സ് ഹെക്ടർ എടുക്കുന്നുണ്ട്, പെർ ഹെക്ടർ 10,500. അപ്പോൾ എത്ര വരും? 10,500 ഇൻറ്റു എക്സ് പ്ലസ് അടുത്തത് ക്രോപ്പ് വൈക്ക് എത്രയാണ് പ്രോഫിറ്റ് വരിക? 9,000 ഇൻറ്റു വൈ. കാരണം ക്രോപ്പ് വൈന് വൈ ഹെക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. പെർ ഹെക്ടറിന് 9,000. അപ്പോൾ 9,000 ഇൻറ്റു വൈ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര വരും അവിടെ? 10,500 എക്സ് പ്ലസ് 9,000 വൈ എന്നുള്ളതാണ് വരിക. സോ നമുക്ക് എഴുതാം,
the LPP is maximize z is equal to 10,500x plus 9,000y subject to the constraints. അല്ലേ? സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ് വരിക. ഈ ടോട്ടൽ പ്രോഫിറ്റ് ആണ് എത്ര മാക്സിമം കിട്ടുന്ന തരത്തിൽ എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സും വൈ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും, വിച്ച് വിൽ ബി ദി മാക്സിമം. ലെറ്റ് us see. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇവിടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ആണ്, അതുകൊണ്ട് ദേ ആർ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. ഇനി എന്താണ് പറയണത്? എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് ഫാമേഴ്സ് ഹാസ് 50 hectares ഓഫ് ലാൻഡ്. ആ 50 ടോട്ടൽ ഹെക്ടർ എത്രയുണ്ട്? 50. അതിലാണ് നമ്മൾ കുറച്ച് എക്സ് ക്രോപ്പിനും കുറച്ച് വൈ ക്രോപ്പിനും ആയിട്ട് നീക്കി വെക്കണത്. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ കൂട്ടിയാൽ എന്ത് വരണം? 50 ആവണം. അതിനപ്പുറം പോകാൻ പറ്റില്ലല്ലോ. സോ ദ കൺസ്ട്രെയിൻറ്റ് ഫോർ ലാൻഡിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ് എന്താണ്? ഇത് എക്സ് ക്രോപ്പ് എടുക്കണു, വൈ ക്രോപ്പ് എടുക്കണു, രണ്ടും കൂട്ടിയാൽ 50-ന് മീതെ പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ടോട്ടൽ എൻ്റെ കയ്യിലുള്ളത് 50 hectares ഉള്ളൂ. സോ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 പാടുള്ളൂ, ഈക്വൽ ടു 50 വരെ, അതിനപ്പുറം പോകാൻ പറ്റില്ല. ദെൻ പിന്നെ എന്താ ഇവിടെ പറയുന്നത്? ലിക്വിഡ് ഹെർബിസൈഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇതിന് ക്രോപ്പ് എക്സിനും ക്രോപ്പ് വൈനും കുറച്ച് ലിക്വിഡ് ഹെർബിസൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്രയാണ്? അറ്റ് റേറ്റ് എത്രയാണ്? 20 liters ആൻഡ് 10 liters. അപ്പോൾ എക്സ് ഹെക്ടേഴ്സിന് എത്ര വരും? 20 into എക്സ്. വൈ ഹെക്ടേഴ്സിന് 10 into വൈ. ക്രോപ്പ് എക്സിനും ക്രോപ്പ് വൈനും ലിക്വിഡ് ഹെർബിസൈഡ് എത്ര ഉപയോഗിക്കേണ്ടതെന്നാണ് പറയണത്? അറ്റ് റേറ്റ്സ് ഓഫ് 20 liters ആൻഡ് 10 liters. സോ കൺസ്ട്രെയിൻറ്റ് ബേസ്ഡ് ഓൺ ഹെർബിസൈഡ്, ലിക്വിഡ് ഹെർബിസൈഡ്. അപ്പോൾ 20 liters ആണ് ഉപയോഗിക്കുന്നത് ക്രോപ്പ് എക്സിന് പെർ ഹെക്ടറിന്. അപ്പോൾ എക്സ് ഹെക്ടറിന് വരുമ്പോൾ എത്ര ഇത് വരും അവിടെ? 20x പ്ലസ് 10y. ഇതാണ് ടോട്ടൽ ലിക്വിഡ് ഹെർബിസൈഡ് വരുന്നത്. ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? ഫർദർ നോ മോർ ദാൻ 800 liters. 800-നേക്കാളിലും കൂടാൻ പാടില്ല ഈ ലിക്വിഡ് ഹെർബിസൈഡ്. ആ ലാൻഡിൽ എക്സ് ഹെക്ടറിനും വൈ ഹെക്ടറിനും ലിക്വിഡ് ഹെർബിസൈഡ് ഉപയോഗിക്കുമ്പോൾ ടു കൺട്രോൾ ദ വീഡ്സ് ചെയ്യുമ്പോൾ അത് 800 liters-ന് കൂടുതൽ പോകാൻ പാടില്ല. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ടോട്ടൽ ലിക്വിഡ് ഹെർബിസൈഡ് വരുന്നത് ഫോർ ക്രോപ്പ് എക്സ് ആൻഡ് ക്രോപ്പ് വൈ. അതിൻ്റെ ടോട്ടൽ 20x പ്ലസ് 10y. ഇത് 800-നേക്കാളിലും കൂടാൻ പാടില്ല. So less than or equal to 800. This is the inequality. 800-നേക്കാളും കൂടാൻ പാടില്ല, അപ്പോൾ അതിന് താഴെ ആവാം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ദിസ് ഈസ് ദ കൺസ്ട്രെയിൻറ്റ്. പിന്നെ വേറെ കാര്യമൊന്നും കൺസ്ട്രെയിൻസ് പറയുന്നില്ലല്ലോ. ദ കൺസ്ട്രെയിൻസ്ഡ് ഓൺ ലാൻഡ്, കൺസ്ട്രെയിൻറ്റ് ഓൺ herbicide, liquid herbicide, and this is the objective function. So this gives the LPP. അപ്പോൾ നമ്മൾ LPP പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ട് ഏത് എക്സ് വൈക്കാണ് മാക്സിമം വരിക എന്ന് നോക്കുക. അപ്പോൾ അത്രയും ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് വേണം എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ലെറ്റ് us draw the graph. So first we draw the x and y axis. Origin. Now constraints വരയ്ക്കാം. x plus y less than or equal to 50. So draw the graph for this. x, y, when x is 0, y is 50. When y is 0, x is 50. About 0, 50. Then 50, 0. Now join the points. Joining the points. This is the graph of x plus y equal to 50. Graph വരച്ചു കഴിഞ്ഞു. ഒറിജിൻ എടുക്കാം. ഒറിജിൻ ഇനിക്വാളിറ്റിയിൽ കൊടുക്കുക. 0 plus 0, 0 less than 50, true. 0 less than 50. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങോട്ടാണ് വരിക? താഴോട്ട്. Including the origin. Now the second graph, 20x plus 10y less than or equal to 800. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So 2x plus y less than or equal to 80 എന്ന് വരും.
which will be easy, more easy. Bigger number varilla. So 2x plus y less than or equal to 80. Draw the graph x, y. When x is 0, y is 80. When y is 0, x is 40. 2x is equal to 80. So x is equal to 40 vary. So 0, 80. 0, 80 mark idu. 40, 0 here. 40, 0. Now join the points. This is the graph of 2x plus y equal to 80 എന്നുള്ളതിൻ്റെ ഗ്രാഫാണ്. ഇനി അതിൻ്റെ സൊല്യൂഷൻ കാണാം. വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ? ഒറിജിൻ എടുക്കുക, ടേക്ക് ദ ഒറിജിൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇനിക്വാളിറ്റി 0 less than 800 which is true. So this also comes this way. അല്ലേ? ഇതും ഇങ്ങോട്ടാണ് വരുന്നത്. And x greater than 0, y greater than 0, this part. ഇല്ലേ? So which will be the required region? ഫസ്റ്റ് ഗ്രാഫും ഇങ്ങോട്ടാണ് താഴോട്ട്, സെക്കൻഡും താഴോട്ടാണ്. അപ്പോൾ റിക്വയർഡ് റീജിയൻ വിൽ ബി ദിസ് പാർട്ട്. Isn't it? Now mark the points A, B, C and D. So കോർണർ പോയിന്റ്സ് നോക്കാം. എ ഒറിജിൻ ആണ്, ബി 40, 0, സി നമുക്കറിയില്ല. ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് ടു ഗ്രാഫ്സ്. അപ്പോൾ അത് സോൾവ് ചെയ്യണം. ഡി എന്ന് പറയുന്നത് 0, 50. അപ്പോൾ നോക്കാം. സോ വാട്ട് ഈസ് സി എന്നുള്ളത് സോൾവ് ചെയ്യാം. Now what is the graph? C എന്ന് പറയുന്നത് x plus y equal to 50 എന്നുള്ള ലൈനും the other one 2x plus y equal to 80 എന്നുള്ള ഗ്രാഫും ആണ് മീറ്റിംഗ് പോയിന്റ്. സോൾവ് ചെയ്യാം. ഓൾറെഡി y സെയിം കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ സോ എലിമിനേറ്റ് ചെയ്യാൻ നെഗറ്റീവ് സബ്ട്രാക്ട് ചെയ്താൽ മതി. എക്സ് മൈനസ് 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 30. സോ എക്സ് ഈസ് ഈക്വൽ ടു 30. Substitute in any one of the equation. 30 plus y is equal to 50. So y is equal to 50 minus 30 which is 20. So what is x and y? 30, 20. X is 30, y is 20 ആയിട്ട് വരും. സോ എല്ലാ കോർണർ പോയിന്റ്സ് ആയി. ഇനി നമുക്ക് ആ 2 കോളംസ് വരച്ചിട്ട് ചെയ്യാം. സോ let's go for the corner point CP and the value of z 10,500x plus 9,000y എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. 10,500x plus 9,000y. Now corner points മാർക്ക് ചെയ്യാം. A origin, B 40, 0, C 30, 20 and D, what is D? 0, 50. Okay. So value, z value at this corner points എന്താണെന്ന് നോക്കാം. A 0, 0 ആകുമ്പോൾ 0 ആയി. 40, 0. So 105 into 40. Then 3 zeros. So 42, 0, 0, then 3 zeros. This will be the 42,000. 10,500x. So you will get only 3 zeros. 105 into 40 is 4,200, then zeros. Next one. This is 42,000, right?
അടുത്തത് 30-20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 105 00 into 30 10,500 x ആണ് 3515 1 313 123 ഇതാണ് 10,500 x. ഇനി 9,000 into 20 2918 then followed with 4 zeros. So 9495,000 495,000 this will be the value. X ഉം y ഉം വാല്യൂ കൊടുത്ത് കാണാം. So last one D 50 x is 0 y is 50 5945 0 then the 3 zeros. So which will be the maximum? Which will be the maximum? Maximum എന്ന് പറയുന്നത് ഇവിടെ 10 കൂടി വരും കേട്ടോ 10,000 the value of x 10,500 into x എന്ന് പറയുമ്പോൾ 1 2 3 and 4 zeros വരും. So here which is the maximum? Maximize the total profit ആണ് maximum value ഉള്ളത് ഇവിടെയാണ്. So this is the maximum value 49,000 4,95,000 മറ്റേത് 4,20,000 4,50,000 ഇവിടെ 4,95,000 ഇതാണ് മാക്സിമം. ഇത് ബൗണ്ടഡ് റീജിയൻ ആയ കാരണം തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം എത്തണത് ഈ കോർണർ പോയിന്റിലാണ്. Now conclude the answer. Therefore total profit is rupees 4,95,000 at 30,0 30,20 അല്ലേ 30,20യിലാണ് മാക്സിമം വാല്യൂ എത്തുന്നത്. ദാറ്റ് മീൻസ് എക്സ് ഈസ് 30 ആൻഡ് വൈ ഈസ് 20. അതായത് എക്സ് വൈ അവിടെ എന്തായിരുന്നു ക്രോപ്പ് എക്സിന് അലൗട്ട് ചെയ്യുന്ന ഏരിയ എത്ര എക്സ് ഹെക്ടർ. അപ്പോൾ അത് 50 hectares ഓഫ് ലാൻഡിൽ 30 hectares ഫോർ ക്രോപ്പ് എക്സ് ആൻഡ് 20 hectares ഫോർ ക്രോപ്പ് വൈ അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രകാരം ടോട്ടൽ പ്രോഫിറ്റ് എത്തുന്നത് ഇത്രയാണ്. എങ്ങനെയാണ് അത് വരുന്നത്? വെൻ എക്സ് ഈസ് 30 ആൻഡ് 20 അതായത് ക്രോപ്പ് എക്സിന് 30 hectares ഓഫ് ലാൻഡ് മാറ്റിവെക്കുകയാണ്, ക്രോപ്പ് വൈന് 20 hectares ഓഫ് ലാൻഡ് മാറ്റിവെക്കുകയാണ്. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻസ് പ്രകാരം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ടോട്ടൽ പ്രോഫിറ്റ് വരും.